ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സിജിൻ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിജിൻ, 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 മാസമായി. ഈ കത്തിലെ പേര് ഒരു സാങ്കല്പിക പേരാണ്. മാഡം, ഞാൻ ഒരു കോൺട്രാക്റ്റിംഗ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ നേരത്തെ ഒരു കോൺട്രാക്ടറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് ഞാൻ 24-ാമത്തെ വയസ്സിൽ ഏറ്റെടുക്കുകയായിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റൊക്കെയുള്ള ഒരു തൊഴിലാണ്. നല്ല രീതിയിലാണ് പോകുന്നത്. പെണ്ണന്വേഷിച്ച് ഞാൻ നടക്കുകയായിരുന്നു. കുറേ പെൺകുട്ടികളെ കണ്ടു. എങ്കിലും വിവാഹം കഴിക്കുന്ന പെണ്ണ് സുന്ദരിയായിരിക്കണം, സുമുഖിയായിരിക്കണം. എൻ്റെ മനസ്സിലെ സ്വപ്നത്തിലെ അതേപോലെ തന്നെ ശരീരവടിവും മറ്റ് പല കാര്യങ്ങളും ഒത്തിണങ്ങണം. എങ്കിൽ മാത്രമേ അട്രാക്ഷൻ ഉണ്ടാകൂ. അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വർഷങ്ങളോളം നമ്മുടെ ജീവിതം നന്നായി നിലനിൽക്കൂ. കാശിനോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾക്കോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ചിലപ്പോൾ കുളമായേക്കാം. അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതുകൊണ്ട് അമ്മ പറഞ്ഞു, എടാ എനിക്കൊരു കൂട്ടില്ല, നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ഒരു 30 വയസ്സിൽ മതിയെന്നായിരുന്നു. എന്തായാലും എൻ്റെ ചേച്ചിമാരെല്ലാം കൂടി ചേർന്നിട്ടാണ് എനിക്ക് പെണ്ണിനെ കണ്ടുപിടിച്ചത്. ഇത് 14-ാമത്തെ പെണ്ണാണ്. അവളെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വെളുത്ത് തുടുത്ത് നല്ല ഷേപ്പുള്ളൊരു സുന്ദരി. അപ്പോൾ പിന്നെ എനിക്ക് കല്യാണത്തിന് നോ പറയേണ്ട കാര്യമില്ലല്ലോ. അവളും PG കഴിഞ്ഞതാണ്, ജോലിയൊന്നുമില്ല. ജോലിക്ക് പോകാൻ അവൾ തയ്യാറുമാണ്. ജോലിക്ക് വിടണമെന്ന് പറഞ്ഞു. അവൾക്ക് അച്ഛനില്ല, അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. ആങ്ങളമാരൊക്കെ ഉണ്ട്. ഒന്ന് നോക്കിയാൽ വളരെ റിച്ചാണ് അവരുടെ ഫാമിലി. അവളുടെ 2 സഹോദരന്മാരും വിദേശ രാജ്യത്ത് സെറ്റിൽഡാണ്. പിന്നെ അവളും അമ്മായിമ്മയായിരുന്നു അവിടെ താമസം. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ അവിടെ തനിച്ചാണ്. വലിയ വീടാണ്. ഇനിയിപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിൽക്കാൻ പറയുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അമ്മായിമ്മ എന്നോട് പറഞ്ഞത്, മോനെ നീ ഇങ്ങോട്ട് വരികയേ വേണ്ട, നീയും അവളും കൂടെ എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങി നടന്ന് നല്ലപോലെ എൻജോയ് ചെയ്യും 1 വർഷം. അത് കഴിഞ്ഞ ശേഷം അവൾക്കൊരു ജോലി കണ്ടെത്തി അവളെ വിടൂ. 2-3 വർഷം കഴിഞ്ഞ് മതി കുട്ടികൾ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അവർക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഞങ്ങളവിടെ പോയി നിൽക്കേണ്ട കാര്യവുമില്ല. കൂട്ടുകിടക്കാൻ ആരെയും ആവശ്യമില്ല. കാര്യം അവിടെ CCTV ഒക്കെ ഉണ്ട്, പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും ധൈര്യവതിയാണ് അവർ. ഇപ്പോഴും കണ്ടാൽ നല്ല ചെറുപ്പം. ചുണ്ട് സ്വാഭാവികമായി ചുവന്നിരിക്കുകയാണ്. ലിപ്സ്റ്റിക് ഇടേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ചിലപ്പോൾ കളിയാക്കാറുണ്ട്, അമ്മയുടെ ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇരിക്കുകയാണെന്നും. അപ്പോൾ പറയും, അങ്ങനെയാടാ, ഞങ്ങൾ ബ്യൂട്ടീഷ്യയൊന്നും ചെയ്യാറില്ല, പാരമ്പര്യമായിട്ടേ കിട്ടിയ സൗന്ദര്യമാണെന്ന്. പക്ഷെ പുള്ളിക്കാരി തമാശയായിട്ട് പറയുന്നെങ്കിലും അതീവ സുന്ദരിയായിരുന്നെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പോഴും സുന്ദരി തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻസിന് അവരെ കണ്ടാൽ ഒരിളക്കം തോന്നുന്നുള്ളത് ഉറപ്പാണ്. അമ്മായിമ്മയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ചെറുപ്പക്കാർ മെസ്സേജ് അയക്കുമെന്ന് എൻ്റെ ഭാരതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അമ്മായിമ്മയായിട്ട് ഞാനിതൊന്നും സംസാരിച്ചിട്ടില്ല. പലപ്പോഴുമൊക്കെ ഞങ്ങളവിടെ പോകാറുണ്ട്. എന്നെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് പുള്ളിക്കാരി വിളിക്കാറില്ല. എൻ്റെ അമ്മയാണെങ്കിൽ 100 വട്ടം കാര്യം പറഞ്ഞ് വിളിക്കും. പക്ഷേ മകളെയും എന്നെയും ആ അമ്മായിമ്മ വിളിക്കാറേയില്ല. അതെനിക്കെപ്പോഴും അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് പുതിയ കാറ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പഴയ കാറുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് പുതിയൊരു കാറ് അമ്മയ്ക്കായി വാങ്ങിച്ചു കൊടുത്തു. അതിന് ഡ്രൈവറെ വെക്കണമെന്ന് പറഞ്ഞു. അമ്മ ആ കാർ ഓടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഡ്രൈവറൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ അമ്മ പുതിയൊരു ഡ്രൈവറെ പോസ്റ്റ് ചെയ്തു. അമ്മ ഞങ്ങളോട് 2 പേരോടും അതൊന്നും പറഞ്ഞില്ല. ഭാര്യ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ അമ്മയെ വിളിച്ച് വഴക്കുണ്ടാക്കി. അവിടെ പുതിയൊരു ഡ്രൈവർ വന്നു. അമ്മ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഞങ്ങളോട് ഒരു വാക്ക് ചോദിച്ചു വന്ന്. അപ്പോൾ അമ്മായിമ്മ അവളോട് ചോദിച്ചു, അല്ല, ഞാനിവിടെ എൻ്റെ കാറിന് ഒരു ഡ്രൈവറെ വെക്കുന്നതിന് നിന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോടി? നിൻ്റെ കാശാണോ ഞാൻ എടുത്തത്, അതോ നിൻ്റെ സഹോദരന്മാരുടെ കാശോ? എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ കാശ് അതിഷ്ടം പോലെയുണ്ട്. അത് ഞാൻ ഉപ്പിലിടും, അല്ലെങ്കിൽ കൊണ്ട് കളയും. അത് നിനക്കെന്താ എന്ന് പറഞ്ഞ് അമ്മായിമ്മ ചൂടാകുന്നത് ഞാൻ കേട്ടു. അമ്മായിമ്മയുടെ യഥാർത്ഥ സ്വഭാവം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം തൻ്റെ ഇടയാണെന്ന് എനിക്കറിയാം. പക്ഷെ മകളോട് ഇങ്ങനെ ഹാർഷായി സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. അവരു അയൺ ലേഡിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അത് യഥാർത്ഥത്തിൽ അമ്മ ഇങ്ങനെയാണ് ചേട്ടാ. അമ്മയ്ക്ക് പലതരം സ്വഭാവങ്ങളാണ്. പല സമയത്ത് എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ നീ അമ്മയോട് ഉടക്കാനൊന്നും പോകണ്ട. അവരായി അവരുടെ പാടായി. അവർക്ക് നമ്മുടെ സഹായമൊന്നും ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ള സമയത്ത് കുറച്ച് അവശതയാകുമ്പോൾ നമ്മളെ വിളിച്ചോളും. അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഭാര്യ അത് കേട്ട് തലയാട്ടി. ഞങ്ങൾ ഇടയ്ക്കൊന്ന് അവിടെ പോയി ക്യാഷ്വൽ വിസിറ്റിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ മകളോട് മുഖം കറുത്താണ് പെരുമാറിയത്. ഞാൻ പറഞ്ഞ, അമ്മ അവളൊന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, എന്തിനാണ് അമ്മ ഇത്രയും വഴക്കുണ്ടാക്കുന്നത് അവളോട്?
അപ്പോൾ നിന്റെ ഭാര്യ എന്നോട് ചോദിച്ചത് ശരിക്കും നീ കേട്ടില്ലേ? ഇല്ലമ്മേ, അവൾ എന്നോട് ചോദിച്ചത് അമ്മ എന്തിനാണ് ഇത്രയും ചെറുപ്പമുള്ളൊരു ചെക്കനെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്? ഇത്രയും കാലമായിട്ടും അമ്മ ഒരു ഡ്രൈവറെ വെച്ചില്ല. ഇപ്പോൾ ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയുമെന്നാണ് ഇവൾ ആദ്യം ചോദിച്ചത്. ഇവളാണോ എനിക്ക് ചെലവിൽ തരുന്നത്, അതോ നാട്ടുകാരോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുരുദ്ദേശമാണ്? ഈ പ്രായത്തിലും ഇവൾ എന്നെ സംശയിക്കുന്നല്ലേ? ഇവള് സംശയരോഗ്യ മോനെ, നീയും സൂക്ഷിച്ചു. ഏതെങ്കിലും പെണ്ണുമായിട്ട് നീ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് നിന്നെ സംശയമാകും. അതോടുകൂടി നിന്റെ ദാമ്പത്യ കുളമാകും. സ്വന്തം അമ്മയെ സംശയിക്കുന്നവള് സ്വന്തം ഭർത്താവിനെ സംശയിക്കും എന്ന് അമ്മായിമ്മ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ചവിട്ടിത്തുള്ളി അവളുടെ റൂമിലേക്ക് പോയി. പിന്നീട് അമ്മ ഫുഡ് എടുത്ത് വെച്ചെങ്കിലും അവൾ അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് വന്ന് കഴിച്ചത്. ഞാൻ അമ്മയോട് സംസാരിച്ചു. എടാ, അത് ഇവിടെ അടുത്തുള്ളൊരു പയ്യനാണ്. അവൻ ജോലിയില്ലാതെ നിൽക്കുകയാണ്. അവന് ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ടറിയാം. എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇപ്പം അവൻ എനിക്കൊരു സഹായമാണ്. അതുകൊണ്ടാണ് അവനെ ഞാനിവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. അല്ലാതെ ദൂരെ കിടക്കുന്ന നിങ്ങളെ വിളിച്ചു വരുത്തുക, എല്ലാ കാര്യത്തിനും വിളിക്കുക, അങ്ങനെയൊന്നുമില്ല. അവൻ ഇവിടെ ഒരു ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പം അവനെ ഇവിടെ ഞാൻ വിളിച്ച് ജോലി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ടൈം അവൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവൾ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരുത്തിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചു പയ്യനെ ഞാനിവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തെങ്കിൽ അവൾക്കെന്താ? അവൾക്ക് നീ ഇല്ലേ? ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? അമ്മ എന്ത് കാണിക്കുന്നു, എങ്ങനെ രസിക്കുന്നു എന്ന് ഇവൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഇവക്കെന്ത് നാണക്കേട്? നാണക്കേടുണ്ടെങ്കിൽ അവൾ നിൻ്റെ വീട്ടിൽ കുത്തിയിരുന്നോട്ടെ, ഇങ്ങോട്ട് വരണ്ട. ഇനി എനിക്ക് ബന്ധമുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? അടുത്തൊരു കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? എൻ്റെ ബാധ്യതകളെല്ലാം ഞാൻ തീർത്തു. അതിൻ്റെ പേരിൽ എൻ്റെ മക്കളോ മരുമക്കളോ നാണിക്കേണ്ട കാര്യമില്ല. ആരെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ചിലപ്പോൾ ബന്ധമുണ്ടാകാം, ചിലപ്പോൾ ബന്ധമില്ലാതിരിക്കാം. ചിലപ്പം കൊച്ചു പയ്യന്മാരെ ആയിരിക്കും എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ കുറച്ച് കളവന്മാരെ ആയിരിക്കും താല്പര്യം. അതിന് ഇവൾക്കെന്താടാ? ഇവളെന്തിനാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് കിടന്ന് തുള്ളുന്നത്? അതുകൊണ്ട് ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് നീ നന്നായി നോക്കിക്കോ, നിൻ്റെ കാര്യങ്ങളും നീ നന്നായി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇവൾ വഴക്കുണ്ടാക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ പണ്ട്, അതായത് അവളോട് ഉള്ളപ്പോൾ അവൾക്ക് ഞാൻ ആരോട് സംസാരിച്ചാലും പ്രശ്നമാണ്. ആരോട് ഞാൻ സംസാരിക്കരുത്, അപ്പോൾ ഇവൾ കയറി ഇടപെടും. അപ്പോൾ അവളുടെ പ്രശ്നം എന്താണ്? അവൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, താമസിച്ച് വന്നാലും ഞാനൊന്നും പറയില്ല. അവൾ ആൺകുട്ടികളോട് മിണ്ടിയാലോ പ്രേമമുണ്ടാക്കിയാലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല, നോക്കിയിട്ടുമില്ല. അവളാണെങ്കിൽ സ്വയം അങ്ങ് പതിവ്രത ചമഞ്ഞ് സദാചാരവാദി ചമഞ്ഞാണ് പണ്ടേ പെരുമാറുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ബന്ധമുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് അവളുടെ പ്രധാന പണി. അതുകൊണ്ടാണ് നീ ശ്രദ്ധിക്കേണ്ടത്. എനിക്കിപ്പോൾ അവളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവൾ എൻ്റെ മോളാണ്, അല്ലാതെ അവൾ എൻ്റെ തള്ളയൊന്നുമല്ല എന്ന് പറഞ്ഞ് അമ്മ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അമ്മയ്ക്ക് വ്യക്തമായ പല തീരുമാനങ്ങളുമുണ്ട്, അമ്മയ്ക്ക് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഈ മോള് വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് പലപ്പോഴും തടസ്സം സൃഷ്ടിച്ചു എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അമ്മായിമ്മ ആയിരിക്കാം, പക്ഷേ എനിക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി ഇടുങ്ങിയ ചിന്താഗതിയാണെന്നും പൊസസീവായിട്ടുള്ള മനസ്സുമാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. രാത്രിയിൽ ഞാൻ അവളെ ഒത്തിരി കുറ്റം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമ്മ തുള്ളുന്നത് കേട്ട് നിങ്ങളും എവിടെയെങ്കിലും തുള്ളാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം അറിയും. ഇനി എന്ന് വരുമ്പോൾ ഞാൻ നോക്കും, എന്തെങ്കിലും തെളിവ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചുലച്ചു. ഇവള് ശരിക്കും എന്നെ പിടികൂടിയ ബാധയാണെന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി. സൗന്ദര്യവും പൊസസീവ്നെസ്സും ഇത് രണ്ടും ചേർന്നിരിക്കുകയാണോ ദൈവമേ എന്നെനിക്ക് തോന്നിപ്പോയി. അമ്മായിമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. മോളാണെങ്കിലും ആരാണെങ്കിലും അനാവശ്യമായി കൈകടത്തലുകൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വലിയ പ്രയാസമാണ്. ഞാൻ പിന്നെയും ഒരു ദിവസം അമ്മയെ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്താ എൻ്റെ അമ്മയെ കാണുമ്പോൾ ഒരു ഇളക്കം? ആ ഡ്രൈവർ ചെക്കൻ വന്നതുപോലെ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഒരു കാര്യം ചെയ്യേ, എന്നെ ഉപേക്ഷിച്ച് ആ വീട്ടിലങ്ങ് പോയി നിൽക്ക്, ഞാൻ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ഇവള് ശരിയല്ല, മിണ്ടാതിരിക്കുന്ന ആ ബുദ്ധിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ലണ്ടനിൽ നിന്ന് അവളുടെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ വീട്ടിലെ CCTV ഒക്കെ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഏതോ ഒരു കോണിക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. വീടിൻ്റെ ഗേറ്റിന് അവിടെ നിന്നും CCTV ഇല്ല. അമ്മ എന്താ അങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചിട്ട് ഒരു ഉത്തരവും പറയുന്നില്ല. അളിയൻ ഒന്ന് ചോദിച്ചു നോക്കണം. അമ്മയുടെ സ്വഭാവം ഇപ്പോൾ കൂടുതൽ വഷളായി വരികയാണ്. പണ്ടേ അമ്മ ആര് പറഞ്ഞാലും കേൾക്കില്ല.
പിന്നെ ഇപ്പോൾ പ്രായമായി വരികയാണ്, ഇതൊക്കെ എന്തിനാ റിമൂവ് ചെയ്തതെന്ന് ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോയി ചോദിക്കാമെന്ന്. ഭാര്യയോട് ഞാൻ വിവരം പറഞ്ഞില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളും അമ്മയും കൂടെ പിന്നെ ഉടക്കും. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം 4 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നു. അമ്മയോട് പറയാതെയാണ് ഞാൻ ചെന്നത്. സാധാരണ അമ്മായിയമ്മ അവിടെ ഉണ്ടാകേണ്ടതാണ്. ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടും അമ്മായിമ്മ വന്നില്ല. കാർ ഓടില്ല. ചെക്കനുമായിട്ട് എവിടെയെങ്കിലും പോയി കാണും, ഷോപ്പിങ്ങിനോ മറ്റോ എന്ന് ഞാൻ കരുതി. ഇത്തിരി കഴിഞ്ഞ് ഞാൻ അമ്മായിമ്മയെ വിളിച്ചു. നീ എന്തിനാ മോനെ പറയാതെ വന്നത്? ഞങ്ങൾ ദേ ടൗണിലെ മാളിലൊന്ന് വന്നതാണ്. പർച്ചേസിങ് ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മായിമ്മ വന്നത്. എന്നിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഷോ ലേറ്റായി അല്ലേ? അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പർച്ചേസ് ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. നീ ഇവിടെ വന്നിരിക്കുന്ന കാര്യം പോലും ഞാനങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു. വന്നിറങ്ങിയ ചെക്കനെ ഞാൻ അന്നാണ് ആദ്യം നേരിൽ കാണുന്നത്. ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതീവ സുന്ദരനായ ഒരു സ്മാർട്ട് പയ്യൻ. ചെക്കനാണെങ്കിൽ അമ്മയ്ക്ക് വളരെ വിധേയനായിട്ടാണ് പെരുമാറുന്നത്. ചേച്ചി ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ചെക്കന് ബഹുമാനങ്ങൾ കൂടുകയാണ്. പോയിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവൻ്റെ തലയിലൊക്കെ ഒന്ന് തലോടി വിടുന്നു. ഞാനത് കണ്ട് അമ്മയെന്ന് നോക്കി. അമ്മ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കതക് തുറന്ന് കയറി. ഞാനും കൂടെ കയറി. ഇപ്പം നീ എന്താണ് പറയാതെ വിളിക്കുക പോലും ചെയ്യാതെ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അമ്മയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അതൊക്കെ പറയാം. ഇത്തിരി ചായ ഇട്ട് നമുക്ക് രണ്ടും കൂടെ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിയമ്മ ചായ ഇട്ട് കുടിച്ച് പലഹാരങ്ങൾ കൊണ്ടുവച്ചു. എടുത്ത് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ഭാര്യ വിളിച്ചു. എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓഫീസിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നും. അപ്പോൾ അവൾ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അമ്മായിമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഇവിടെയുള്ള CCTV ഒക്കെ എടുത്തു മാറ്റിയത്? എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഗേറ്റിൻ്റെ സൈഡിലില്ല, വേറെങ്ങോ അത് വെച്ചിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഇവിടെ മുൻവശത്തൊരു സൈഡിൽ ഒരു CCTV ക്യാമറ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ റിമൂവ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവന്മാരൊന്നും അവിടെ ഇരുന്ന് എന്നെ നിരീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഇതൊക്കെ തെറ്റല്ലേ? അമ്മ പ്രായമായി വരികയല്ലേ? അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയും? എനിക്ക് സംഭവിക്കുന്നത് അവരറിയേണ്ട കാര്യമില്ല. ഇനി അറിഞ്ഞാലും പ്രത്യേകിച്ച് പ്രയോജനമില്ല. എന്നെ ഫുൾ ടൈം ഇനി ആരും വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. അമ്മയ്ക്കറിയാമല്ലോ, അമ്മയുടെ മോള് ഇതറിഞ്ഞിട്ടില്ല. ഇനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും കുത്സവത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കും. അവൾ വഴക്കുണ്ടാക്കിയാൽ എനിക്കൊന്നുമില്ല. പിന്നെ നീ ഇപ്പം ഇത്രയും ചോദിച്ചില്ലേ? നീ എൻ്റെ മരുമകനാണ്. മക്കളോട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നിന്നോട് പറയാമല്ലോ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാനങ്ങ് പറയുകയാണ്. എനിക്ക് കുത്സിതമുണ്ട്. ചോരയും നീരുമുള്ള ഒരാണ്. അത് എനിക്ക് വളരെ കാലമായിട്ട് ആവശ്യമായിരുന്നു. എൻ്റെ മോള് അവളെ കെട്ടിപ്പോകുന്നത് വരെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അവളെക്കൊണ്ട്. അവൾ നിൻ്റെ തലയിലായി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും എനിക്ക് നല്ല ആശ്വാസമാണ് ഉണ്ടായത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ, സത്യം പറയുമ്പോൾ ആരാരും അതൊന്നും ഞെട്ടും. ഭർത്താവ് മരിച്ചു പോയിട്ട് ഒത്തിരി കാലമായി. എനിക്ക് അധികം വാർദ്ധക്യമൊന്നും ബാധിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ച സ്ത്രീ ഉത്തരവാദിത്തത്തോടുകൂടി കുട്ടികളെ വളർത്തണം, അത് കറക്റ്റാണ് എന്ന് വെച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങളെ കേട്ടിടേണ്ട കാര്യമുണ്ടോ? എൻ്റെ മോള് അവൾ 10ാം ക്ലാസ് തൊട്ടേ എൻ്റെ പുറകെ നടക്കുകയാണ്. ആര് ഫോൺ ചെയ്താലും അവൾക്ക് ഉടനെ അറിയണം. ഒരാണുങ്ങളുമായിട്ടും ഒരടുപ്പവും സൂക്ഷിക്കാൻ അവൾ സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. ഇവളുടെ സ്വഭാവം എന്താ എങ്ങനെയായിപ്പോയെന്ന് എനിക്കറിയില്ല. ഇനി നാട്ടുകാരെങ്കിലും നിൻ്റെ അമ്മ വിധവയാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ നിൽക്കണം, അമ്മയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുത്താണോ എന്നറിയില്ല. ബന്ധുക്കളാകാനും വഴിയുണ്ട്. എന്തായാലും അവളുടെ സ്വഭാവം വിചിത്രമായി പോയി. നിന്നെ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും ആരാണെങ്കിലും പറഞ്ഞാലൊന്നും ഞാൻ അതൊന്നും എടുത്ത് പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല. ഇനി അവരെ ഇങ്ങോട്ടൊന്നും കയറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഇഷ്ടപ്രകാരം കുറച്ചു കാലം ഞാൻ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അമ്മയ്ക്ക് ഈ കാറുകാരൻ പയ്യനുമായിട്ട് എന്തെങ്കിലും കണക്ഷനുണ്ടോ? പിന്നെ കണക്ഷനില്ലാതെ അവനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തോടാ. ചെക്കൻ എനിക്ക് നല്ലൊരു തുണയാണ്. അവന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും രാത്രി 10 മണി കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരും. അപ്പോൾ അവൻ കയറി വരുന്നത് ഇവന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ തീയരിച്ചിടില്ലേ? ഒന്നും നടക്കില്ല. ഈ കൊച്ചു പയ്യനൊക്കെ വേണോ? അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്രായമുള്ള അല്ലെങ്കിൽ മുതിർന്ന ഒരാളെ കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്തിന് 2 പേരും കൂടെ ഇവിടെ ഇരുന്നും കുത്തിക്കുത്ത് കളിക്കാനോ അതോ ചെസ്സ് കളിക്കാനോ? അമ്മയ്ക്ക് അതല്ല ആവശ്യമുള്ളത് കിട്ടണമെങ്കിൽ യങ് ബ്ലഡ് തന്നെ വേണം മോനെ. അതുകൊണ്ട് മോൻ ഇതിനു വേണ്ടി വന്നതാണെങ്കിൽ കൂടുതൽ സമയം
ചിലവഴിക്കേണ്ട കാര്യമില്ല. പിന്നെ നിന്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അവളെ ഞാനിനി ഈ അടിച്ച വേലിക്കകത്ത് കയറ്റില്ല. ഇനി അവൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ഒത്തിരി സ്വത്തും മറ്റു കാര്യങ്ങളുമുണ്ട്. അത് കൊടുത്ത് അവളുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കും. ഈ വീട്ടിൽ പക്ഷേ അവൾക്ക് ഒരു നിയമസാധ്യതയുമില്ല. ഇതെൻ്റെ സ്വന്തം പേരിലാണ്. വേണമെങ്കിൽ അവൾക്ക് പുതിയൊരു വീട് വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിൽ അവൾ പ്രവേശിക്കാൻ പാടില്ല. ഇത്രയുമൊക്കെ വൈരാഗ്യം വേണോ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, വൈരാഗ്യമൊന്നും എനിക്കില്ല. എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണം. എൻ്റെ മനസ്സിലിരിപ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കിഷ്ടമല്ലെങ്കിൽ നിനക്കും ഇറങ്ങിപ്പോകാം. അതല്ലാതെ എൻ്റെ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയെങ്കിലും ചിലപ്പോൾ 10 വർഷമാകും എനിക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റുക. ആ സമയത്ത് ഞാൻ ആസ്വദിക്കും. ഇത് നിൻ്റെ ഭാര്യയോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ദേഷ്യമാണെങ്കിൽ അങ്ങനെ. എനിക്ക് രണ്ടായാലും ഒന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മായിമ്മ രണ്ടും കൽപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ടാറ്റ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യ പൊട്ടിത്തെറിച്ചു. ഞാൻ ആ സമയത്ത് പറഞ്ഞു, മേലിൽ നീ അവരുടെ കാര്യത്തിൽ ഇടപെടരുത്. നിനക്ക് നിന്റെ ഭർത്താവുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ കണ്ടുപിടിച്ചു. അതല്ലാതെ അമ്മയുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങും. അമ്മയെ നീ വിളിക്കാനോ പ്രകോപിപ്പിക്കാനോ പോകരുത്. വിളിക്കുകയാണെങ്കിൽ സാധാരണ കാര്യങ്ങൾ സംസാരിക്കുക, പോരുക എന്ന് പറഞ്ഞു. അവൾക്കത് ഇഷ്ടമായില്ലെങ്കിലും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞപ്പോൾ അനുസരിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ ആ ചെക്കിനും അമ്മായിമ്മയും കൂടെ പല സ്ഥലത്ത് പോകുന്നതിൻ്റെ സെൽഫികൾ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അവർ ടൗണിൽ നിൽക്കുന്നു, ക്ഷേത്രത്തിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള സെൽഫി. ഒരു ദിവസം 10-15 സെൽഫി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മായിമ്മയെ വിളിച്ചു ചോദിച്ചു, അല്ല അമ്മ എന്തിനാണ് പോകുന്നിടത്തെയും വരുന്നിടത്തെയൊക്കെ സെൽഫി എനിക്ക് അയച്ചു തരുന്നത്? എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നില്ലെന്ന്. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, നിനക്ക് സന്തോഷമൊന്നും തോന്നില്ല, പക്ഷേ നിൻ്റെ ഭാര്യ ഇതെടുത്ത് നോക്കില്ലേ, അപ്പോൾ അവൾക്ക് ഒരു ഇറിറ്റേഷൻ തോന്നും, അപ്പോൾ എനിക്കൊരു സന്തോഷമാകും. അമ്മ ഒരു സൈക്കോ തന്നെ. എടാ, ഞാൻ മാത്രമല്ല നിന്റെ ഭാര്യ സൈക്കോ ആണെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിച്ചിരിക്കുന്നു. വല്ലാത്തൊരു ചിന്താഗതി തന്നെ എന്ന് ഞാൻ ഓർത്തു. മാഡം, ഒരു ദിവസം അമ്മാമ്മ വിളിച്ചപ്പോൾ ഞാൻ അടുത്ത ആഴ്ച കർണാടകയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഞാൻ പറയാമെന്ന്. അപ്പോൾ ഒരു ദിവസം അമ്മായിമ്മനെ വിളിച്ചിട്ട് നീ എന്നാടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മറ്റന്നാളാണെന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു തരം സീറ്റ് വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. അന്ന് പോകുന്ന രാത്രി അമ്മായിമ്മനെ വിളിച്ചു. നീ എവിടെയാണെന്ന്? ഞാൻ പറഞ്ഞു ട്രെയിനിലാണെന്ന്. ആ ഓക്കെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ വെച്ചു. മറക്കരുതേ മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ വാട്സാപ്പിൽ അമ്മായിമ്മ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു. അത് അമ്മായിമ്മയും അവനും തമ്മിലുള്ള മുഖമില്ലാത്ത ചില ക്ലിപ്പുകളായിരുന്നു. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. 1-2 മിനിറ്റുണ്ട് പല രീതിയിൽ എഡിറ്റ് ചെയ്തെടുത്ത മനോഹരമായ, ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നുന്ന, അവരെ വട്ടക്കറങ്ങുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. അതിൽ അമ്മായിമ്മയുടെ ശബ്ദവും ചെക്കൻ്റെ ശബ്ദവും അവൻ്റെയും അമ്മായിമ്മയുടെയും എല്ലാം വ്യക്തമായി HD മികവോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഹാ, കൊള്ളാമല്ലോ എന്ന് ഞാൻ ഓർത്തു. എങ്കിലും അമ്മായിമ്മ വ്യത്യാസം വിളിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു. അമ്മ എന്തെങ്കിലും അമ്മ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും അയച്ചു തരേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറയുകയാണ്, ആ ഇത് കണ്ടപ്പോൾ എൻ്റെ മോളെ പോലെ നിനക്ക് സദാചാരവാദമാണോ ഇളക്കിയത്, മറ്റെന്തെങ്കിലുമാണോ ഇളക്കിയത്? ഞാൻ നിന്നിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിച്ചും ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ചക്കിക്കൊത്ത ചങ്കരൻ. അവളുടെ കൂടെ നീ എങ്ങനെയെങ്കിലും അവളെ സഹിച്ച് കഴിയുമോനെ. സാധാരണ ആണുങ്ങളായിരുന്നെങ്കിൽ ഇതൊരു തുറന്ന ഇൻവിറ്റേഷനായി കരുതിയേനെയും. നിനക്ക് ബുദ്ധിയില്ല, ഞാനെന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ട്യൂബ്ലൈറ്റ് കത്തിയത്. അവരെന്നെ പച്ചയായി അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നെന്നാണ് അർത്ഥം. പോണോ പോണ്ടയോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിന്നു. പക്ഷേ ആ വീഡിയോ തുടരെ 1000 വട്ടം ഞാൻ കണ്ടു മാഡം. 1000 വട്ടവും എൻ്റെ സുന്ദരിയായ ഭാര്യയേക്കാൾ എനിക്ക് കൂടുതൽ മനോരഞ്ജകമായി തോന്നിയത് ആ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഇപ്പോൾ എന്നെ ഓടിച്ചിട്ട് അടിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്നില്ല. ഞാൻ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉഴറി. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറക്കമേ നഷ്ടപ്പെട്ടു. അവസാനം എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റാതായി, പോകണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഞാൻ അമ്മയോട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. വരാം
എൻ്റെ കുളിർവാതിൽ തളിർവാതിലായി നിനക്ക് തുറന്നിട്ടിരിക്കുകയല്ലേ എന്ന് എന്നോട് പറഞ്ഞു. വരണമെന്ന് പറഞ്ഞു. ഭാര്യയോട് പറയാതെ ഞാൻ അവിടെ ഒരു ദിവസം രാത്രി 10 മണിയായപ്പോൾ ചെന്നു. അമ്മായിമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന്. പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വഴിയാത്രക്കാരനോട് ചുണ്ണാമ്പ് ചോദിച്ച് സ്വന്തം ആലയത്തിലേക്ക് ആനയിക്കുന്ന ഒരു സുന്ദരി യക്ഷിയെ പോലെയായിരുന്നു അവർ. അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഞാൻ മയങ്ങിപ്പോയി. അകത്ത് ചെന്നപ്പോൾ അവർ എനിക്ക് മനസ്സിലാക്കി തന്നത് അപാരമായ സാധ്യതകളായിരുന്നു. കാരണം അവർക്ക് എല്ലാ പ്രയോഗങ്ങളിലും അഗ്രഗണ്യമായ ഒരു സ്ഥാനം കൊടുക്കാൻ മാത്രം മികച്ച ഒരു അഭിനേത്രിയായിരുന്നു അവർ. അവരുടെ നാടകപ്പുരയിൽ എല്ലാ രംഗങ്ങളും പൂർത്തിയാക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. പക്ഷേ അതെൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങളിലൊന്നായിരുന്നു. പ്രായമോ സൗന്ദര്യമോ ഒന്നുമല്ല, രാഗവും താളവും ചേർന്ന സംഗീതാത്മകമായ ഒരു കഴിവ് വേണം. കഴിവില്ലെങ്കിൽ എല്ലാം കട്ടപ്പുകയെന്ന് മനസ്സിലായി. അതോടുകൂടി സാഷ്ടാംഗം അവരുടെ നടക്കൽ ഞാൻ വീണ് കുമ്പിടേണ്ടി വന്നു. പിന്നെ ഭാര്യയോട് പറയാതെ ഞാൻ പല സമയത്തും പല കാരണങ്ങളും പറഞ്ഞ് അങ്ങ് ചെന്നുപോയി മാഡം. കാരണം എനിക്ക് ബിസിനസ്സാണല്ലോ, അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞ് എസ്കേപ്പ് ആകാം. പിന്നെ അതിനിടയ്ക്ക് അവിടെയുള്ള ഡ്രൈവർ ചെക്കനില്ലേ, ആ ചെക്കനും ഞാനും കൂടി ചേർന്ന് അവിടെ കർമ്മപഥത്തിൽ ഊന്നി മുന്നോട്ട് പോകണമെന്ന് അമ്മായിയമ്മ എന്നോട് പറഞ്ഞു. ആദ്യം ഞാൻ നിരസിച്ചെങ്കിലും വെറൈറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വെറൈറ്റിയിലേക്ക് ഞാൻ പോയി. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളുടെ എക്സ്പ്ലോറേഷനായിരുന്നു. ഞാനിപ്പോൾ ഒത്തിരി സന്തോഷവനാണ്. എൻ്റെ ഭാര്യ അറിഞ്ഞാൽ എന്താകും എന്നുള്ള ഭീതി മാത്രമേ ഉള്ളൂ. എനിക്കിത് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാഡം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായിപ്പോയതിൽ എനിക്ക് കുറ്റബോധമില്ലെങ്കിലും എത്ര വിചിത്രമാണ് ലോകം. മനുഷ്യർ എത്ര പെട്ടെന്നാണ് മറ്റു ബന്ധങ്ങളിൽ വീണു പോകുന്നതെന്നോർത്ത് ഞാനും അത്ഭുതപ്പെടുന്നു. ശരിയാണ്, കാര്യം മനുഷ്യൻ്റെ മനസ്സ് വളരെ സങ്കീർണമാണ്. 1-ലോ 9,000-ലോ അവൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ ഒതുങ്ങിന്ന് വരില്ല. പക്ഷെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞത് എപ്പോഴും വിശ്വസ്തതയാണ് മുഖ്യം. ബാക്കി കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ആ തേങ്ങ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം പോകും. കയ്യാലപ്പുറത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാണിംഗ് ഉണ്ട്, നിലാവുണ്ടെന്ന് കരുതി വെളുക്കവോളം കക്കരുത്. അതായത് നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അനാവശ്യമായി അതിൻ്റെ പിറകെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങളിലേക്ക് അകപ്പെടരുത് എന്നാണ് അർത്ഥം. എന്തായാലും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് കരുതുന്നു.